ഹായ് ഗൈസ്, എൻ്റെ പേര് റിയലക്ഷ്മി എന്നാണ്. ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്താണെങ്കിലും ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ തുടങ്ങണം. അത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതല്ലാതെ നിങ്ങൾക്ക് അത് കുറേ ബെനിഫിറ്റ്സ് കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിന്ന് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. എനിക്കല്ലാതെ എന്ന് കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് സ്റ്റിൽ എനിക്ക് ലിങ്ക്ഡിൻ എനിക്കിത് കുറച്ച് സ്റ്റുഡൻസിനോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഫസ്റ്റ് ലിങ്ക്ഡിനെ പറ്റി അറിയുന്നത് എന്ന് പറഞ്ഞാൽ, എനിക്ക് അറിയാൻ അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ജോബ് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് അതിനെപ്പറ്റി അറിയുന്നത്. സോ എന്താണ്, ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ തുടങ്ങണം. കാരണം ഞാനൊരു ഗ്രാജുവേറ്റ് അല്ല, എനിക്ക് ജോലി കിട്ടില്ല. പിന്നെ പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലില്ല അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ജോലിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിക്ക് ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഒരു സെക്കൻഡ് സെമ്മ് ടൈമൊക്കെ ആയപ്പോഴാണ് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ സീനിയറിനോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ലിങ്ക്ഡിൻ തുടങ്ങി ചിലർക്കൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയത്. അപ്പം അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ വെരിഫിക്കേഷനും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ അതുകൊണ്ട് നടന്നില്ല. അപ്പം ഞാൻ അതെന്ത് ചെയ്തു, ഇതാക്കി വെച്ചു. പിന്നെ ഞാൻ അങ്ങ് വിട്ടുപോയി. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങാൻ. പെട്ടെന്ന് എനിക്കൊരു ബോധോദയം വന്നിട്ട് ഞാനങ്ങ് തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം വെച്ചാൽ, അങ്ങ് വെരിഫിക്കേഷനും മൊത്തം കഴിഞ്ഞു, റെഡിയായി, സെറ്റായി. ഞാൻ പിന്നെ ബേസിക്കലി അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ChatGPT-നോട് വെച്ച് കുറച്ച് പേരുടെ പേജ് ഒക്കെ റെഫർ ചെയ്തു. അങ്ങനെ നോക്കി ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇട്ടു. ഞാൻ ഒരു SPCയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യം അങ്ങനെയൊക്കെ കുറച്ച് ChatGPT-നോട് ചോദിച്ചിട്ട് എന്തൊക്കെ എഴുതാനൊക്കെ ചോദിച്ച് എഴുതി. പിന്നെ ഞാൻ ഒരു കോളേജിൻ്റെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആഡ് ചെയ്തു. എവിടെയാണ് പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഞാൻ എല്ലാവരുടെയും കാണുമ്പോൾ എല്ലാവരുടെയും ഒരു 500+ കണക്ഷൻസ് കാണാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കണക്ഷൻസ് ആക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കണക്ഷൻസ് ഒക്കെ ആക്കി. പിന്നെ ഞാൻ ഒരു ദിവസം വിചാരിച്ചു ലിങ്ക്ഡിൻ്റെ തുടങ്ങിയ ആ ഒരു എഫക്റ്റിൽ തന്നെ ഞാൻ വിചാരിച്ചു 500 കണക്ഷനൊക്കെ ആയില്ലേ, ഇനിയൊരു പോസ്റ്റ് ഇടാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെസ്റ്റ്, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റിന്റെ ഇതിൽ ഞാൻ എഴുതിയിട്ട് ഇട്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു കിക്ക് കിട്ടിയത്. എന്താ പറയാ, പിന്നെ ഞാൻ എനിക്ക് ഇത് കിട്ടിയ ഫെസ്റ്റിനെ പറ്റി ഞാൻ എഴുതിയ കാര്യങ്ങൾക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫെസ്റ്റ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഞാൻ കാട്ടിയ മണ്ടത്തരം പറഞ്ഞാല് അതിൽ നമുക്ക് ഒരുപാട് കുറേ ലൈക്സും കാര്യങ്ങളും അതൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫെസ്റ്റിന് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്തത് എന്തിടും ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം ഇത് തുടങ്ങിയില്ല, ഞാൻ കുറേ ഫെസ്റ്റിന് പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കണം, ഇത് മാത്രം ഞാൻ ഫസ്റ്റ് ഇയറിൽ പോയിട്ടുള്ള പരിപാടികളാണ്. അപ്പം ഞാൻ അത് ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇനി അത് പിന്നെ ആഡ് ചെയ്യണ്ടല്ലോ. കാരണം ഞാൻ എന്താണ് ഇന്ത്യയിൽ ഇതൊക്കെ തന്നെ തെളിവുള്ളൂ. അല്ലാതെ ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്ത് ഇതാക്കി, അല്ലെങ്കിൽ അത് കുറേ മുന്നുള്ളതല്ലേ. അതിങ്ങനെ ഫെസ്റ്റ് മാത്രം പറഞ്ഞിട്ടും അതും ഇതൊക്കെ കഴിഞ്ഞു പോയത് പിന്നീടുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ഞാൻ അപ്പോൾ NSSന്റെ ഇതിലുണ്ട്. അപ്പോൾ NSSന്റെ പാർട്ടായിട്ട് ഞാൻ ഒരു പാർട്ടല്ല, അതിൽ വേറെ ഒരു ഗവൺമെന്റിന്റെ പ്രൊജക്റ്റാണ് ത്രൈവ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ത്രൈവ് വോളണ്ടിയർ ആണ്. അപ്പം ഞാൻ അതിൻ്റെ ക്യാമ്പിനും അതിൻ്റെ ഒരു ഈ ഇയറിലെ ലാസ്റ്റ് ദിവസം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇതും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇട്ടു. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്യും എനിക്കിതിന്ന് എന്ത് സ്കില്ലാണ് കിട്ടിയത്, അത് കാര്യങ്ങളൊക്കെ അതിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതിയിടും. അത് എഴുതി ഇടുമ്പോൾ എന്താ പറയുക, എനിക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഞാൻ ഇന്ന ഒരു ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന സ്കില്ല് ഗെയിൻ ചെയ്യുന്നുണ്ട്, എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടാൻ തുടങ്ങിയത്. ഞാൻ ഇതുവരെ എനിക്കെന്ത് സ്കില്ലുള്ളത്, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഇത് കാണുമ്പോൾ അടുത്ത് എന്തിനാ. പിന്നെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. കോൺഫറൻസിന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന കോൺഫറൻസ് വെച്ചാൽ എന്താണ്, കോൺഫറൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഇത് തന്നെ ഞങ്ങൾ തന്നെയും നടത്തുന്നുണ്ടാവുക. അപ്പം ഞാനുണ്ടായിരുന്നത് മീഡിയ ടീമിലായിരുന്നു. അപ്പം എൻ്റെ ഡ്യൂട്ടീസ് കുറച്ച് മെയിൻ സ്റ്റേജിൽ ഉണ്ടാക്കുന്ന വീഡിയോസ്, അതിൻ്റെ സ്ലൈഡ്സിൻ്റെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ എന്താണ്
എനിക്ക് ഇതിൽ തന്നെ എനിക്ക് 2 ഇതായി കിട്ടിയുള്ളൂ. ഞങ്ങൾ കോൺഫറൻസ് നടത്തിയപ്പോൾ ഞാൻ കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആൻഡ് ഞാൻ കുറേ സെക്ഷൻസ് കണ്ടു. അത് കൂടാതെ ഞാൻ എന്ത് ചെയ്തു, ഇത് എന്തും ചെയ്തു നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പാർട്ടാവും ചെയ്തു ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ. ആൻഡ് ഞാൻ അതിന്ന് കുറേ സ്കില്ല് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എഡിറ്റ് ചെയ്യാനും അതെങ്ങനെ ഒരു ഫോർമൽ പ്രോഗ്രാമിന്, അത് നാഷണൽ സെമിനാർ ആയിരുന്നു. നാഷണൽ സെമിനാറിന് എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വൈസ് ഫോർമാറ്റിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, അതിൻ്റെ അത് സെറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന അതിൻ്റെ സ്ലൈഡ്സും കാര്യങ്ങളും, ആ വീഡിയോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഉണ്ടാക്കി അന്ന് കോൺഫറൻസിന് കൊടുത്ത പെന്നുണ്ടായിരുന്നു. അപ്പോൾ പെന്നിനെ പറ്റി എമർജൻസി ആയിട്ട് ഒരു ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കിട്ടി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എമർജൻസി ആയിട്ട് ഉണ്ടാക്കണം പറഞ്ഞു, കിട്ടി, എഡിറ്റ് ചെയ്തു. പിന്നെ കണ്ണൂർ കൾച്ചറിനെയും കേരളത്തിൻ്റെ കൾച്ചറിനെയൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ടാക്കി. പിന്നെ ഈ കൾച്ചറിനെ പറ്റി നോക്കി അന്വേഷിച്ചു, ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കി. ഞാൻ ക്യാമറ ബേസിസ് അതൊക്കെ ആ സ്കില്ലൊക്കെ ഞാൻ ഈ പരിപാടിയിൽ ഗെയിൻ ചെയ്തതാണ്. ഞാൻ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തു അപ്പത്തെ ആ ഒരു ഫ്ലോയിൽ ചെയ്തു, ഞാൻ അപ്പത്തെ ഒരു ആവശ്യത്തിന് ചെയ്തു വിട്ടു. ഞാൻ ഇത് നോട്ട് ചെയ്യാണ്. ആൻഡ് ഇത് ഞാൻ അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് റെക്കോർഡിക്കലാക്കിയിട്ടിടാം. ആൻഡ് കുറച്ച് ദിവസം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇന്നൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ നോക്കി. എനിക്കൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു പ്രൗഡ് തോന്നുക ആനൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയ അങ്ങനെ ഒരു. ഞാൻ അതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒന്നും ചെയ്തില്ലല്ലോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും വേർത്തല്ല, എന്താണ് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലും ഇല്ല, പ്രത്യേകിച്ച് ഒരു ഗെയിനും ഇല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു റെക്കോർഡ് ചെയ്യുമ്പോൾ അതെന്ന് എനിക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോഴും പിന്നീട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈവൻ ലാസ്റ്റ് സെമ്മിൽ ഞങ്ങളൊരു VACയുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു അസൈൻമെൻറ്റ്, ഞങ്ങൾ ഇന്റേണൽ മാർക്ക് ഇടുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എക്സാം ആയിരുന്നില്ല. ഞങ്ങളൊരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കായിരുന്നു. ഞാൻ കാണിക്കാം. ക്ലാസ്സിൽ എടുത്തു സാർ പറഞ്ഞു പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലിങ്ക്ഡിൻ പോസ്റ്റ് ചെയ്ത് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ അവിടെ പോയി ഈ ചെയ്ത കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഇമ്പ്രഷൻ കൂടുതൽ കിട്ടിയ ഇത് ഞാൻ ഇട്ടുള്ള പോസ്റ്റിലേക്ക് കുറച്ച് ഇമ്പ്രഷൻ കൂടുതൽ കിട്ടിയിട്ടുള്ള ആ കാര്യത്തിനാണ്. കാരണം നോക്കുമ്പോൾ എന്താ, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് മൈക്ക് യൂസ് ചെയ്ത് ക്ലാസ് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു എല്ലാ കുട്ടികളുണ്ട് അവിടെ, 8th 9th പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടെ പോയിട്ട് നമ്മൾ ഒരു ടീമായിട്ട് നമ്മൾ 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പോയിട്ട് അവിടെ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്റ്റേജിൽ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ. അപ്പം അത് ചെയ്യുന്നത് എന്താ പറയുക, നമ്മളൊരു പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു CV കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു റെക്കോർഡിക്കലായിട്ട്. എനിക്കിത് എന്താണ് ജോബിന് പോയും ഞാൻ ഇന്റർവ്യൂവിനൊന്നും പോവാത്ത കാരണം ഇതൊക്കെ അവർ അനലൈസ് ചെയ്യും എങ്ങനെയാണെന്ന് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതിന് എനിക്ക് അതിൽ കൂടെ ജോബും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് പിന്നെ പോസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതിൽ ഇതാക്കാൻ, അത് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും എൻ്റെ പ്രൊഫൈല്, കണക്ഷൻസ് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു റെക്കോർഡിക്കൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ സ്കില്ല് ഉണ്ട്. എനിക്കൊരു ഇടയ്ക്കിടയ്ക്കൊരു പ്രൗഡ് ഫീൽ തോന്നുന്ന ഒരു കാര്യമാണ് ഇത് നോക്കുന്നത്. എന്തൊക്കെയോ നേടി ഈ പ്രായത്തിൽ തന്നെ ഞാൻ വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കല്ലേ, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു തോട്ടിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം എനിക്ക് വന്നു തുടങ്ങി. പിന്നെയെന്ന് പറയാനുള്ള സാധനം എന്താണ്, ഇത് ഭാവിയിലേക്ക് ഉപകാരപ്പെടും ഈ ഒരു ജോബിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ. പിന്നെ 3ാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൈക്കോളജി പ്രൊഫഷനിലുള്ള ഒരുപാട് ആൾക്കാരുടെ എൻ്റെ കണക്ഷനിൽ മെജോറിറ്റിയും ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തുള്ള സൈക്കോളജി ആസ്പയറിംഗ് സൈക്കോളജി സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് എനിക്ക് അവരുടെ കണക്ഷൻസാണ് അധികം വരും. ഞാൻ ഇവരെ ഫോളോ ചെയ്യും. എന്താണ് ഇവരുടെ ഓർഗനൈസേഷൻസിനെ, സൈക്കോളജി ഓർഗനൈസേഷൻസിനെ, അതേപോലെ കമ്പനീസ് കുറേ അങ്ങനത്തെയൊക്കെ ഫോളോ ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര പ്രൊഫഷണലായി നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. അപ്പോഴാണ് അവരൊക്കെ ഓരോ പോസ്റ്റ് ഇടും. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടും അതിന്ന്, ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറേ ടേംസസ്, കുറേ കൺസെപ്റ്റ്സ്, കുറേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേയ്സ്, അവരതിനെപ്പറ്റി പറയുന്നത്, അവരുടെ ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് ആൻഡ് എൻ്റെ കഴിഞ്ഞു പോയി പാസ് ഔട്ടായ സീനിയേഴ്സ് ഹൗ ദേ ബിൽഡ് അവരുടെ പ്രൊഫഷൻസ്, അവരെങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു, അതിന് ശേഷം അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ക്ലാസ്സസ് എടുക്കാൻ പോകുന്നതും, അത് അവരുടെ ആ ഒരു ജേണിയൊക്കെ അതിൽ കൂടെ കാണുകയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നില്ല അധികം എന്നുള്ളതാണ്. എനിക്ക് ടേംസ് യൂസ് ചെയ്യാനും കാര്യങ്ങളും പഠിക്കാനും അതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനത് യൂസ്ഫുൾ ചെയ്യുന്നില്ല. ഞാൻ
എന്താ പറയുക, ഞാൻ ക്യാമ്പസിൽ പോയതിൻ്റെ ശേഷം ഞാൻ കറക്റ്റ് ഒരു സ്റ്റഡി റൂട്ടീനോ കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഞാൻ നിങ്ങളത് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കിട്ടുമ്പോൾ വായിക്കലുണ്ട്. എനിക്ക് ഡെയിലി നോക്കിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വീക്ക്ലി ഇത്ര ടൈമെങ്കിലും എനിക്ക് അതിൽ സ്പെൻഡ് ചെയ്താൽ അത്യാവശ്യം എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എൻ്റെ സബ്ജക്റ്റിലും എൻ്റെ ഫീൽഡിൽ എന്തൊക്കെ നടക്കുന്ന കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനും ഒക്കെ എനിക്ക് കഴിയുമെന്നുള്ളതാണ്. ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുമില്ല. എല്ലാവരും വരെ ജോബ് കിട്ടാനുള്ള ഒരു ഇതാണ്, ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി, ജോബ് കിട്ടും. ഇപ്പോൾ ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യുന്നവർക്ക് ക്ലയൻറ്റിനെ കിട്ടാൻ അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആൻഡ് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത് എനിക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ആൻഡ് എനിക്കിപ്പോഴും അതിൽ ഞാൻ ജോബ് വാക്കൻസി നോക്കുന്നില്ല, ഞാൻ പഠിക്കുകയാണ്. എവിടെയും പോയിട്ട് വർക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോബിൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ സെക്ടറിലേക്ക് എനിക്ക് ഇറങ്ങിയിട്ടില്ല. അതിറങ്ങിയാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ പറ്റും. കിട്ടുന്ന കുറേ പേര് കിട്ടിയതായിട്ടും ഇതാക്കിയിട്ടും. പക്ഷേ എന്ന് പറഞ്ഞാലും ഇവിടെ ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ 2 ടീച്ചേഴ്സിൻ്റെ ഒഴിവുണ്ടെങ്കിൽ എൻ്റെ HOD പോസ്റ്റ് ചെയ്യും. ആൻഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ അത് ഇതാക്കും. അപ്പം നമ്മൾ അതിനെപ്പറ്റി അറിയും. അപ്പം നമ്മളത് ഫോളോ ചെയ്ത് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇതും കാര്യങ്ങളും ഒക്കെ അതിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പം ഞാൻ ഇപ്പം തന്നെ അതിനൊക്കെ ഫോളോ ചെയ്ത് വെച്ചാൽ എനിക്ക് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എവിടേക്കാണ് വരുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ജോലി കിട്ടും. എന്നത് പിന്നെ നമ്മളെ കഴിവാണ്. നമ്മളവിടെ പോയി നോക്കി നമ്മുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി അതിനനുസരിച്ചിരിക്കുമല്ലോ. സോ ഇപ്പം തന്നെ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു അക്കൗണ്ട് തുടങ്ങണം എന്ന് ഞാൻ പറയും. കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ നോക്കില്ല, മുന്നേ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് അങ്ങനെയല്ല, ഇതായിട്ട് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും തന്നെ ഞാൻ പറയുകയാണ്. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം തന്നെ ഞാൻ പറയും. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. പിന്നെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി ഡയറി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ സ്റ്റോറീസ് പറയുന്ന, എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ എക്സ്പെൻസ് കാര്യങ്ങൾ, എൻ്റെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, എൻ്റെ ഹോസ്റ്റലിലത്തെ ജോലി, അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മീ, സപ്പോർട്ട് മീ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരുത്താൻ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. ആൻഡ് അല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. താങ്ക് യു, ലവ് യു സോ മച്ച്.